പ്രിയമുള്ളവരെ, ഞാൻ ശിവദാസൻ, മങ്കര, പാലക്കാട് മങ്കര. ഇപ്പോൾ സംക്രമമാണല്ലോ, ഞങ്ങളതിന് ചങ്കരാന്തി എന്ന് പറയും പാലക്കാട്ടുകാർ. ഈ ചങ്കരാന്തി വരുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു പ്രത്യേക സന്തോഷം. കാരണം കൈ നിറച്ച് മൈലാഞ്ചി ഇടാം. അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഇറച്ചിയും, കോഴിയിറച്ചി, ആട്ടിറച്ചിയൊക്കെ ഞങ്ങൾ അപൂർവം വാങ്ങലുണ്ടായിരുന്നുള്ളൂ. കോഴിയിറച്ചി കാരണം വീട്ടിൽ കോഴി ഉണ്ടാവും, ആ കോഴിനെ അറുത്ത് കറി വയ്ക്കും. ഇല്ലെങ്കിൽ മാത്രം ആട്ടിറച്ചി, അന്ന് ബ്രോയിലർ ചിക്കനൊന്നും ഇല്ല കേട്ടോ. ആട്ടിറച്ചി വാങ്ങാൻ നമ്മൾ പോയി വാങ്ങിക്കൊണ്ട് വന്ന് അങ്ങനെ ആട്ടിറച്ചി അല്ലെങ്കിൽ കോഴിയിറച്ചി എന്തായാലും ഉണ്ടാവും. ഒരു സന്തോഷമാണ് അന്നിങ്ങനെയൊക്കെ വരുമ്പോൾ. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം മുതൽ അമ്മയ്ക്ക് നല്ല പണിയാണ്, വീടൊക്കെ വൃത്തിയാക്കണം. ഞങ്ങൾ സഹായിക്കാറുണ്ട്. വീടെല്ലാം മാറാലയും എല്ലാം പൊടിയെല്ലാം തട്ടിയടിച്ച് വീട്ടിനുള്ളിലും പാത്രങ്ങളും അതുപോലെ എല്ലാം വൃത്തിയാക്കി വീട്ടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കും. ആ അടിച്ചു വാരിയ കുപ്പനെ ഒരു ഭാഗത്ത് വയ്ക്കും, വീട്ടിൻ്റെ ഉള്ളിൽ ഒരു പുറത്തൊരു ഓരത്ത് വയ്ക്കും, കോമ്പൗണ്ടിനകത്ത്. പിന്നെ ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നാൽ ഉടനെ ഞാനും അനിയത്തിയും കൂടെ മൈലാഞ്ചി വലിച്ചു കൊണ്ടുവരും. സഞ്ചി എടുത്ത് പോയി മൈലാഞ്ചി വലിക്കാൻ പോകും. അന്ന് കവറൊന്നുമില്ലല്ലോ. അപ്പോൾ സഞ്ചി കൊണ്ടുപോയി മൈലാഞ്ചി വലിച്ചിട്ട് വന്ന ശേഷം അമ്മയുടെ കയ്യിൽ കൊടുക്കും. അമ്മ പണി ഒരുങ്ങിയ ശേഷം ഈ മൈലാഞ്ചിനെ അരച്ച് പാകപ്പെടുത്തി വയ്ക്കും. അപ്പോൾ തന്നെ അമ്മൻ്റെ കൈ ചുവന്നിട്ടുണ്ടാവും. അമ്മൻ്റെ കൈയാണ് വീട്ടിൽ ആദ്യം ചുവക്കുക. പിന്നെ ഞങ്ങൾ ഈ എല്ലാ വീടിൻ്റെ പരിസരം എല്ലാം ഇവിടെ നിന്ന് ഒന്നും കൂടെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയ ശേഷം അമ്മ ഒരു പൊട്ടിപ്പോകാറായ ചട്ടി അല്ലെങ്കിൽ ഒരു പഴയ മൺചട്ടി എടുത്തിട്ട് അതിനകത്ത് ഈ കുപ്പനെയെല്ലാം വാരി നിറയ്ക്കും. പിന്നെ ആ അടിച്ച് വാരി ചൂലുണ്ടല്ലോ, അതും അതിനകത്തിടും. അതിനുശേഷം ഒരു എണ്ണ തിരി എടുത്തിട്ട് അമ്മ ഞങ്ങളെയും കൂട്ടി വീട്ടിന് ചുറ്റും ഒരു 3 വലം വരും. ഈ തിരി കൊളുത്തിയ ശേഷം പൊട്ടിപ്പോ ശിവോദിവ എന്നിങ്ങനെ 3 പ്രാവശ്യം വലം വെച്ച് വന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് വരും. അമ്മൻ്റെ പിന്നാലെ ഞങ്ങളും. അതിനുശേഷം ഇതിനെ ഞങ്ങൾ വീട്ടിൻ്റെ കുറച്ച് അങ്ങ് അകലെയായിട്ട്, കൂടുതലാരും താമസിക്കാത്തൊരു ഭാഗത്തൊരു പരുവുണ്ട്, കനാലിൻ്റെ പുറത്ത്. ആ പരുവിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഈ തിരി അവിടെ വെച്ച ശേഷം അതിന് മേലേക്ക് ഈ ചട്ടിയെല്ലാം കൂടെ എറിഞ്ഞ് അവിടെ ഇടും. എല്ലാം പൊട്ടി അങ്ങനെ കിടക്കും. അതിന് ശേഷം ഞങ്ങൾ പോണ സമയത്ത് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ, പൊട്ടിപ്പോ ശിവോദിവ എന്ന് പറഞ്ഞിട്ടാണ് പറയാറുള്ളത്. തിരിച്ച് വരുമ്പോൾ പിന്നെ അതൊന്നും പറയാറില്ല. ഞങ്ങൾ നല്ല തിരിച്ച് വന്ന് അമ്മ വീട്ടിൽ പോയി കുളിക്കും. ഞങ്ങൾ അമ്മയും അനിയത്തിയും വീട്ടിൽ പോയി കുളിക്കും. ഞാൻ നേരെ ഞങ്ങളുടെ ചണ്ടിക്കുളമുണ്ട്, അവിടെ പോയിട്ട്, കുളം ഫുള്ളായി നിൽക്കുകയായിരിക്കും കേട്ടോ, മഴക്കാലമല്ലേ. അവിടെ കുളിച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ വരും. എൻ്റെ കൂടെ എൻ്റെ വേറെ കൂട്ടുകാരന്മാരും ഉണ്ടാവും. അവരുടെ വീട്ടിൽ ഇതേപോലെയൊക്കെ തന്നെയല്ലേ. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയ ശേഷം അമ്മ അവിടെ മൈലാഞ്ചി അരച്ചിട്ടുണ്ടാവും. അതൊക്കെ പോയി നോക്കുമെന്ന്. പിന്നെ ഭക്ഷണം കഴിക്കും. എന്താണെന്ന് വെച്ചാൽ രാത്രി ഭക്ഷണം കഴിച്ച ശേഷം അമ്മ എനിക്കും അനിയത്തിക്കും മൈലാഞ്ചി ഇട്ട് തരും. തേക്കിൻ്റെ ഇല വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് വീട്ടിൻ്റെ പിന്നാലെ തന്നെ ഒരു മരം ഉണ്ടായിരുന്നു. അന്ന് തേക്കിൻ്റെ ഇല, വലിയ വട്ടമുള്ളൊരു തേക്കിൻ്റെ ഇല എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും. അമ്മ അതിന് മൈലാഞ്ചി എടുത്ത് ഞങ്ങളുടെ കയ്യിൽ നമ്മുടെ ഈ ഉള്ളം കയ്യിൽ നിറയെ ഫുള്ളായിട്ട് ഇട്ട് തരും. കൈ വിരലിൻ്റെ അടുക്കലും. അതിനുശേഷം ഇങ്ങനെ മടക്കാറുണ്ട്. ആ മടക്കിയതിൽ ഈ പുറത്ത് ഈ ഭാഗങ്ങളിലെല്ലാം വീണ്ടും മൈലാഞ്ചിട്ട് പിന്നെ തേക്കിൻ്റെ ഇല നമ്മുടെ കയ്യിൽ അങ്ങനെ അടിയിൽ ഇങ്ങനെ വെച്ച് പൊതിഞ്ഞ് ഒരു നൂല് എടുത്ത് ചുറ്റി കെട്ടിത്തരും. അതുപോലെ തന്നെ 2 കൈയും. അനിയത്തിക്ക് അതേപോലെ തന്നെ ചെയ്യും. മിക്കവാറും ചെറുപ്പം ഇപ്പോഴൊക്കെയുള്ള മോഡലായിട്ടൊക്കെ മൈലാഞ്ചി അന്ന് കാലത്ത് ഇങ്ങനെ കെട്ടി പൊതിഞ്ഞ് വെച്ച് തരും. അതിനുശേഷം ഞങ്ങൾ കിടക്കും. കിടന്ന ശേഷം അമ്മ ഒരു 2-3 മണിക്കൂർ ശേഷം 11 മണി 12 മണിൻ്റെ ഉള്ളിലൊക്കെ അമ്മ ഞങ്ങളെ വിളിച്ചുണർത്താറുണ്ട്. ഉണർത്തിയിട്ട് ഞങ്ങളുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് തന്നെ എല്ലാം അഴിച്ചു തരുമ്പോൾ ഒരു പ്രത്യേക സുഖം ഉണ്ടാവും. കയ്യിലൊക്കെ ഒരു ചുളിവ് വന്നിട്ടുണ്ടാവും, നല്ല ചുവത്തിട്ടുണ്ടാവും. ചുവന്ന കൈയായിരിക്കും. ഉള്ളം കയ്യിലെല്ലാം നല്ല ചുവപ്പും അങ്ങനെ ആയ ശേഷം ഞങ്ങൾക്കൊരു കഴുകി കൊണ്ടുവന്ന ശേഷം കൈയെല്ലാം കഴുകിയ ശേഷം ഞങ്ങൾക്കൊരു കൊട്ടെണ്ണയുണ്ട്, അത് പുരട്ടി തരും അമ്മ. അത് പുരട്ടിയിട്ട് ഞങ്ങൾ കിടക്കും. പിറ്റേ ദിവസം രാവിലെ ഇതുപോലത്തെ എല്ലാ കൂട്ടുകാരികളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ആരിൻ്റെ കൈയാണ് കൂടുതൽ ചുവത്തുന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇന്ന് പിറ്റേ ദിവസം ലീവാണല്ലോ, ഒരു സന്തോഷമാണ്. പിന്നെ ഇറച്ചിക്കറി, ദോശ, അതിൻ്റെയൊക്കെ ആ സമയത്തൊരു പ്രത്യേക മണം വരാറുണ്ട്. അത് എവിടെ നിന്നാണ് ആ മണം വരിക എന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. കാരണം എല്ലാ വീടുകളിലും ഈ ഇറച്ചിയും ദോശയും മൈലാഞ്ചികളിലും അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഒരു പ്രത്യേക മണമാണ്. പരിസരം, വീട് മുഴുക്ക എല്ലാവിടെയും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കൂട്ടുകാരെ. ഇന്നതെല്ലാം പോയി. ഇന്നിപ്പോൾ മൈലാഞ്ചി വലിക്കാനോ അരയ്ക്കാനോ ആരും പോകുന്നില്ല. കടയിൽ എന്തോ ഒരു സാധനം, എന്തോ മേന്തി ഒന്ന് പറയുക, അതിനൊരു കോണ് പോലെ ആക്കിയിട്ട് എല്ലാവരും ഇടുന്നത് കാണാം. അങ്ങനെ
ഈ പഴയ കാലങ്ങളെല്ലാം ഓർമ്മകൾ മാത്രമായിക്കൊണ്ടിരിക്കുകയാണ്. പുതുതലമുറയ്ക്ക് ഇതൊന്നും അറിയാൻ കഴിയുന്നില്ല. അവർക്ക് ആർക്കൊന്നും അറിയുന്നില്ല. അവർക്ക് ഇതൊന്നും അറിയാനും താല്പര്യമില്ല ഇന്നത്തെ മക്കൾക്ക്. അങ്ങനെയുള്ളൊരു കാലമാണ്. ഓക്കെ എന്നാൽ ബൈ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം.